അപ്പൊ ഇത്തരത്തിലാണ് ബെഡ് സെറ്റ് ആക്കല്. ഇതിങ്ങനെ 2 പീസാണ്. നിവർത്തി വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടി കഴിയും. എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷയാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ യാത്ര പോകാറ്. ഹായ് ഹായ് ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞങ്ങൾ മലപ്പുറം വണ്ടൂർ സ്വദേശികളാണ്. എൻ്റെ പേര് രാകേഷ്. കുക്കു എന്നാണ് അവനെ വിളിക്കുന്നത്. ഞാനും കുക്കുവും ഓട്ടോറിക്ഷയും കൊണ്ട് ഓട്ടോ ലൈഫ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുവാണ്. ഞങ്ങളുടെ ഓട്ടോയും കൊണ്ട് ഓട്ടോയിൽ തന്നെ ഓട്ടോ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോയിൽ കിടന്ന് ഓട്ടോയിൽ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ ഓട്ടോയിൽ തന്നെ എല്ലാവിധ പ്ലേസുകളിലേക്കും നമ്മൾ പോകുന്നത്, എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഈ ഒരു യാത്രയും തന്നെ ഇപ്പോൾ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുവാണ്. ഞങ്ങൾ പോകുന്നത് ആസാം ഭാഗത്തേക്കാണ്. UP ഉത്തർപ്രദേശ് ആസാം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ മഹാരാഷ്ട്ര പോയി. അതിന് മുമ്പ് ഞങ്ങൾ ആന്ധ്രയിലൂടെ ഇറങ്ങി തമിഴ്നാട് ഫുള്ളായിട്ട് ചെയ്തു. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ്. ഇവിടുന്ന് അങ്ങനെ തിരുവനന്തപുരം വരെ വരുന്ന ജില്ലകളൊക്കെ കവർ ചെയ്ത് അവിടെ നേരെ ചെന്നൈ കയറിയിട്ട് അവിടെ നിന്ന് ആന്ധ്ര കയറി അങ്ങനെ ഞങ്ങൾ ഉത്തർപ്രദേശ് കയറിയിട്ട് ആസാമിലേക്ക് പോവാം എന്നാണ് കരുതുന്നത്. അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ള തീരുമാനിച്ചില്ല. കാരണം നമ്മുടെ ഓട്ടോ ആയതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ദൂരം കവർ ചെയ്യുക എന്നുള്ളത് ഒരു നിസ്സാര സംഭവമല്ല. കാരണം ഒരു ദിവസം നമ്മൾക്കൊരു 200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടാൻ പറ്റുള്ളൂ. ആ ഒരു 200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പല ഗ്രാമങ്ങളും ഞങ്ങൾ കയറും. അപ്പോൾ അത്തരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, അത് എത്തൂല നമ്മൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം 200 കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങൾ വണ്ടി സൈഡാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു 5 ദിവസം 6 ദിവസം 7 ദിവസമൊക്കെ വരും. അത് നിർത്താതെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപഴകി അവരുടെ ജീവിതമൊക്കെ കണ്ട് അവരുടെ വീടുകളും അതുപോലെ തന്നെ അവിടെ തൊഴിൽ കൃഷിയിടങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ കണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ 1000-1500 കിലോമീറ്റർ തന്നെ ഒരു 2 ആഴ്ച സമയം നമ്മൾക്ക് വരും. അത്രത്തോളം ഒരു ദിവസം ഒരു എന്താ പറയുക യാത്ര ചെയ്ത് ഡിലേ ആവും. നമുക്ക് ദൂരം എത്തിപ്പെടാൻ വേണ്ടി കഴിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, എനിക്ക് വൈഫുണ്ട്, എനിക്കൊരു മോളും ഉണ്ട്, 2.5 വയസ്സായ മോള്. കുക്കുവിൻ്റെ വീട്ടിൽ കുക്കുവിന് അമ്മയുണ്ട്, 3 ഏട്ടന്മാരും ഉണ്ട്. അവരങ്ങനെ 4 മക്കളാണ്. അവർ 2 പേരാണ് വിവാഹം കഴിച്ച് 2 പേരും വിവാഹം കഴിക്കാണ്ട് അങ്ങനെ വലിയൊരു കൂട്ടുകുടുംബമാണ് അവർ. പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ തന്നെ ഉള്ള ഒറ്റ മകനാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ കുഴപ്പമില്ല, നിൻ്റെ ആഗ്രഹമല്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ആഗ്രഹം ഈ ഓട്ടോ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെയുള്ള ട്രാവലിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് നടക്കുകയാണ്. പിന്നെ ഞാൻ ഓട്ടോ ലൈഫ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാക്കുമ്പോൾ ഉപ്പിനോട് ഞാൻ ചോദിച്ചു, ഈ പോരണോ, ഞാനിങ്ങനെ യാത്ര പോകുന്നുണ്ട്, എൻ്റെ കൂടെ പോരുവാണെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓൻ ഓക്കെ ആയി. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരും ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഫസ്റ്റ് ഓട്ടോ ലൈഫ് ഞങ്ങൾ തമിഴ്നാട്ടിലൂടെ പോയത്. തമിഴ്നാട്ടിലൂടെ പോയപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുടുംബത്തിലും വീട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ഒരു എന്താ പറയുക അവർക്കൊക്കെ ഇഷ്ടമായി ഞങ്ങളുടെ വീഡിയോ. പിന്നെ കുറേ ആളുകളൊക്കെ പിന്നെ നമ്മളോട് പറഞ്ഞു വേറെ വല്ല പണിക്കും പോയിക്കൂടെ, എന്തിനിങ്ങനെ യാത്ര ചെയ്ത് എവിടേക്ക് ഇങ്ങനെയൊക്കെ പോകണം. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ട് പറഞ്ഞിട്ട് ഓൻ്റെ തന്നെ കൂടിക്കോ, വേറെ പോകണ്ട, വേറെ പണിക്കൊന്നും ഇത്ര മുമ്പോട്ട് പോകാം, വീട്ടിലും നാട്ടിലും ചെക്കോ ഫ്രണ്ട്സുകളൊക്കെ നല്ല സപ്പോർട്ടാണ്. നമ്മളെ ഫ്രണ്ടിൻ്റെ മാരേജ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ അടുത്ത മാസം 4-ാം തീയതിയാണ് പോണേ, പോർച്ചുഗൽക്ക് പോകാനാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ തമിഴ്നാട് ട്രിപ്പ് പോയി വന്ന് അങ്ങനെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ആളുകൾക്കൊക്കെ ഏകദേശം ഞങ്ങളുടെ യാത്ര എങ്ങനെയാണ് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് പോകണമെന്നൊക്കെ മനസ്സിലായത്. ഈ യാത്രയൊക്കെ പോകാൻ വേണ്ടിയുള്ള ഫണ്ട് ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷയാണ്. ഞാൻ ഓട്ടോ ഓടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ യാത്ര പോകാറ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര തുടർന്നു. അത് കഴിഞ്ഞിട്ട് 2ാമത് ഞങ്ങൾ ഓട്ടോ ലൈഫ് ചെയ്തു. അത് ആന്ധ്രയിലേക്കായിരുന്നു. അവിടെ ഞങ്ങൾ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങൾ തിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മഹാരാഷ്ട്ര പോയി. ഈ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഏകദേശം അതൊരു 26 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. അത് നമ്മളുടെ ഒരു എന്താ പറയുക ജ്യേഷ്ഠൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സ്പോൺസർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു അകറ്റ പാടില്ല. ഞങ്ങളുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ചെറിയൊരു ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ആ ഒരു ഹെൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ ഒരു യാത്ര പോയത്, മഹാരാഷ്ട്ര പോയത്. അദ്ദേഹത്തെ കോണ്ടാക്ട് എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഓട്ടോ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മഹാരാഷ്ട്ര കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഓട്ടോ ലൈഫിലേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആസാമിലേക്കാണ്. അവിടെ പോകാനുള്ളൊരു കാരണം അതായത് ഉത്തർപ്രദേശാണ് നമുക്ക് മെയിനായിട്ട്, ആസാമല്ല. എൻ്റെ നാട്ടിൽ ഈ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അതായത് നമ്മുടെ സെൻട്രിങ്ങിന് നമ്മുടെ കൂലിപ്പണിക്ക് തന്നെ, നമുക്കറിയാമല്ലോ ബംഗാളികൾ നമ്മൾ പറയും.
അപ്പോൾ ഈ ഭായിമാർ, അപ്പോൾ അതിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷയിലായതുകൊണ്ട് തന്നെ എനിക്ക് അവർ ട്രിപ്പിന് വേണ്ടി വിളിക്കും. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ ട്രിപ്പിന് അവരുടെ റൂമിലേക്കും അതുപോലെ തന്നെ അവരുടെ ആവശ്യ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, അവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരൊക്കെ അവരുടെ നാട്ടിലാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ കൂടെ, നമുക്ക് കാണാൻ പറ്റുമോ ചോദിച്ചു. എന്തായാലും വരണം, വന്നിട്ട് നമുക്ക് കാണാം, ഇവിടെ നിൽക്കണം. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്, അവർ 5-6 പേരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഒരു സ്ഥലത്തല്ലെങ്കിലും പലയിടങ്ങളിലാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം, അവരുടെ വീട് കാണണം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാണണം. എന്താ പറയുക, അപ്പോൾ അവരുടെ ഗ്രാമം, അവരുടെ ഗ്രാമത്തിലെ കാഴ്ച, അവിടെ അപ്പം നമ്മൾ പറയാറുണ്ടല്ലോ അവർക്ക് അവിടെ കൃഷിയാണ് തൊഴിലെന്നൊക്കെ. അപ്പോൾ അത്തരത്തിലേക്ക് അവിടെ കൃഷി തൊഴിൽ അതാണെങ്കിൽ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അവിടെ എത്തില്ല. എന്തായാലും നമുക്കൊരു 30-40 ദിവസം ഞങ്ങൾ ഈ പ്രതീക്ഷിച്ച പോലെ ആണെങ്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് വരും. ചിലപ്പോൾ ഒരു 30 ദിവസം കൊണ്ട് തന്നെ എത്താം. ഓട്ടോറിക്ഷയാണ്, ബൈക്ക് നിൽക്കാം, പല കംപ്ലൈൻറ്റുകൾ വരാം. നമ്മൾ വണ്ടിയായിട്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ മഴയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയാണ്, മഴയായിട്ട് ബന്ധപ്പെട്ട് റോഡ് ക്ലോസ് ആവാം, എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ മനുഷ്യരാണ്, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അത്തരത്തിൽ വിഷയങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡേറ്റ് വെച്ച് ഇന്ന ദിവസം അവിടെ എത്താന്നുള്ളതൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ്, എന്തായാലും അവിടെ എത്തും. എത്രാൻ തന്നെ കരുതുന്നത്, വണ്ടിക്ക് ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ചെറിയ എഞ്ചിനല്ലേ, അപ്പോൾ വലിയ പവർ ഇല്ലല്ലോ. നമ്മുടെ കാറ് ഒക്കെ കൊണ്ടുപോകുന്നത് പോലെ രാവിലെ അടിച്ചു വിട്ട് ഒരു 600 കിലോമീറ്റർ അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. ഓരോ മണിക്കൂർ ഇടപെട്ടും ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് വണ്ടീൻ്റെ ബാക്ക് ഡോറൊക്കെ തുറന്ന് എഞ്ചിനൊന്ന് കൂളാക്കും. അത്തരത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല. എന്നാണെങ്കിൽ വണ്ടി പിസ്റ്റം പിടിച്ചൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വണ്ടീൻ്റെ ആക്സസറീസ് ഞാൻ തെറ്റ് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കേബിൾ കാര്യങ്ങളോ അതിൽ അത്തരമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഒരാൾക്ക് വെച്ച് കാണാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങുവാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് അതുപോലെ തന്നെ പ്ലൈവുഡ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബെഡാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു 5 കിലോൻ്റെ ഗ്യാസ് കുറ്റി, അതിന് അടുപ്പ്, പിന്നെ ഇതുപോലെ തന്നെ 30 ലിറ്ററിൻ്റെ വെള്ളം, പിന്നെ അരി ഇതുപോലെ ചാക്കിൽ തന്നെ കൊണ്ടുപോകല്. ഇതിൽ ഞങ്ങളുടെ പലചരക്ക് സാധനങ്ങളാണ് ഈ പെട്ടിയിൽ. നമ്മുടെ ഉപ്പും മല്ലി മുളക്, അതുപോലെ തന്നെ ചെറിയ പച്ചക്കറി, തക്കാളി, ഉള്ളി, തക്കാളി സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ തലണ പോലത്തെ നമ്മുടെ ഡ്രസ്സ്, ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അത്തരത്തിലാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും എണ്ണ കരുതാറുണ്ട്, ഒരു 5 ലിറ്റർ എണ്ണ അതിൽ കൊള്ളും. പിന്നെ ഇവിടെ ഒരു USB ചാർജിങ് കേബിൾ സ്ലോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലാണ് പിന്നെ ചാർജിങ് ഒക്കെ വരുന്നത്. AC to DC ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് അവിടെ ബെഡ് സെറ്റാക്കൽ. ഇനി ഇതിങ്ങനെ 2 പീസാണ്. ഇതിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മളുടെ ആ ഒരു കിടക്കയും കൂടി വിരിച്ചു കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ്. ഇങ്ങനെയാണ്. ഇത്ര ഗ്യാപ്പ് എന്താ പറയുക, ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങോട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. എത്ര കിട്ടും ഞങ്ങൾക്ക് പൈസ? പാലക്കാട്